ദൈവമേ, എൻ്റെ 6ാമത്തെ സ്ഥലമാറ്റമായത്. പെറ്റി അടിക്കുന്നവര് കടം പറയല്ലേ, അതുപോലെ ഞാൻ അടിക്കുന്നവര് എന്നെ തിരിഞ്ഞടിക്കരുത്. ഈ സ്റ്റേഷൻ നല്ല ലാഭത്തിലങ്ങ് കൊണ്ടുപോണേ എൻ്റെ ഭഗവാനേ. ആര് കസാറേ കൊണ്ട്? ഹലോ, SI ശാന്തൻ. സാറേ, കള്ളം പൗത്രനാണേ. ആ, എന്താടാ സാറേ? എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണേ. ഒരു ആശംസ വീഡിയോ എനിക്ക് വാട്സാപ്പ് ഇട്ട് തരുമോ സാറേ? സത്യം പറഞ്ഞാൽ ഞാൻ അവനോട് അങ്ങനെ ചൂടാകരുതായിരുന്നു. ഒരു വീഡിയോ ഇട്ട് കൊടുക്കുന്നതിൽ എനിക്ക് എന്തുവാ നഷ്ടം? ഒരു വീഡിയോ ഇട്ട് കൊടുക്കാം. നമസ്കാരം, ഞാൻ SI ശാന്തൻ. എന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കള്ളൻ പവിത്രന്റെ ഭാര്യയ്ക്ക് എത്രാമത്തെയാണോ എന്തോ എന്റെ എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. കേട്ടോടാ റസ്കൽ. അയ്യോ, പറഞ്ഞതുപോലെ ഇന്ന് എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ. അവളെ ഒന്നും വിളിച്ചില്ലല്ലോ. ഹലോ മുത്തേ, നീ എവിടെയാ? വീട്ടിലാ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? സീതേനെ കൊല്ലുന്ന ദിവസല്ലേ അണ്ണ? എടി, നിനക്ക് എന്തോ പറഞ്ഞാലും സീരിയല്. എടി, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ മുത്തേ? ആണോ? ആ, വൈകിട്ട് ഞാൻ വരുമ്പോഴേ നിനക്ക് ചുരിദാർ വേണോ സാരി വേണോ? അണ്ണനെ കഴുകാൻ എളുപ്പം എന്തുവാ, അത് കൊണ്ടുവാ. ചുമ്മാ ഇരുന്ന കണ്ണിൽ ചുണ്ണാൻ പെട്ടു. അപ്പോൾ സമയം പോകുന്ന കേസുകൾ വിളിക്കാം. BBC പോലും. എടോ BBC, ആ അനക്കാരനെ കയറ്റൂടാ. ബഹളം വെക്കാനടാ. ഞാൻ വരും, ആ സാറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഞാൻ എന്തിനാ സാറിനെ വിളിച്ചേ? സാർ എന്തിനാ എന്നെ വിളിച്ചേ? നിന്റെ പേരെന്തുവാടാ? എന്റെ പേര് മണിയൻ കാട്ടാക്കട. നീ ആണോ ആനയുടെ തുമ്പിക്കൈയിൽ നമ്പർ എഴുതി പൂരപ്പറമ്പിൽ കൊണ്ടു പെണ്ണുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്? ഓ, അതൊന്നും വിഷയം. പൊക്കി, നീയല്ലയോ നമ്പര് കൊടുത്തേ? ആണോ? ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത ഞാനിപ്പോ പോലീസിലായില്ലയോ? വേണ്ട, നീ ഒന്നും പറയണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നീ തുമ്പിക്കൈ അങ്ങ് മലത്തും, പിന്നെ ഞാനേ കാണത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. സാറേ, സത്യത്തിൽ ഞാനല്ല ഇത് ചെയ്തത്. ആനയാ. യെസ്, മൈ ആന ഈസ് എ ഡീസന്റ് ആൻഡ് ഡിസിപ്ലിൻ. മൈ എലിഫന്റ് ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ദ സ്വിച്ച് ബോർഡ് ഇല്ല, RSO ഇൻ ദ ട്രാൻസ്പോർട്ട്. സാറേ, അപ്പൊ പിന്നെ ഞാൻ എന്തിനാ സാറേ യു ക്യാൻ ഗോ? മണിയാ, അത് എനിക്ക് മനസ്സിലായി. ഈ നാട്ടുകാർക്ക് അത് മനസ്സിലാവണ്ടേ? ഇങ്ങോട്ട് നോക്കേ, നിന്നെ കുറിച്ച് 2-3 പരാതി വേറെ ഇവിടെ കിടപ്പുണ്ട്. എന്തോ സാറേ പരാതി? നീ രാത്രി 12 മണിയാകുമ്പോ എന്തിനാ പെണ്ണുങ്ങളെ ഫോൺ ചെയ്യുന്നത്? അതോ, അത് പട്ടയുണ്ടോന്ന് ചോദിക്കാൻ വിളിക്കുന്ന. പക്ഷെ നീ പറയുന്നതെല്ലാം മസാലയാണല്ലോ. ചുമ്മാ പെണ്ണുങ്ങളെ ഫോൺ ചെയ്തോളൂ. ആഹാ, ഞാൻ ഇടിച്ചപ്പോ നിന്ന് മുഷ്ടി ചുരുട്ടു അല്ലയോ? മുഷ്ടി ചുരുട്ടിയതാണോ? പിന്നെ ഓരോ ഇടി ഞാൻ എണ്ണുമായിരുന്നു. എണ്ണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്റെ ദൈവമേ, എന്റെ അനുവാദമില്ലാതെ ഈ പോലീസ് സ്റ്റേഷനെ പരിധി വിട്ട് നീയോ നിന്റെ ആനയോ പോയാൽ പറഞ്ഞേക്കാം, എന്റെ അനുവാദമില്ലാതെ നീ പോയേക്കരുത് കേട്ടോ. സാറേ, ഞാനും എന്റെ ആനും പുറത്തു പോകണമെങ്കിൽ എനിക്ക് പെൺ വിഷയം വേണം. എടാ കിഴങ്ങാ, പെർമിഷൻ അവിടെ എനിക്ക് ആദ്യം പാൻറ് കയറ്റി അങ്ങ് ഇട്. എടാ, ഇത് എന്റെ പാൻറ് അല്ല. അത് പറ. എന്റെ അച്ഛൻ സർവീസിലിരുന്ന സമയത്തും അങ്ങ് മരിച്ചു. അപ്പൊ ആ വഴിക്ക് കിട്ടിയ ജോലിയായി എന്റേത്. അച്ഛന്റെ ഒരു പാൻറ്റും എനിക്ക് ഇതുപോലായിരുന്നു. എന്താ നിക്കർ ലൂസാണ്? അങ്ങനെയാണോ പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ച പിന്നല്ലേ ഞാൻ ഈ ആനപ്പണിക്ക് ഇറങ്ങിയത്. അച്ഛൻ എങ്ങനെയാ മരിച്ചത്? അച്ഛൻ ഈ വായുവിന്റെ ഷോർട്ടേജ് വന്ന് മരിച്ചു. വായുവിന്റെ ഷോർട്ടേജോ? ശ്വാസം മുട്ടല്.